നല്ലൊരു ബീഫ് വരട്ടിയത് ഉണ്ടാക്കിയാലോ. അതായത് നമുക്ക് സവാള ആവശ്യമാണ്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ നല്ലോണം ഉപ്പും മഞ്ഞളും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് ബീഫ് നന്നായിട്ട് വേവിക്കുക. ഒരു 5 വിസിലൊക്കെ അടിക്കുക കേട്ടോ. പിന്നെ മസാല വേണം: മഞ്ഞൾ, മുളക്, മല്ലി, ഗരം മസാല. പിന്നെ ഇതിൻ്റെ ആവിയൊക്കെ പൊക്കി നോക്കുമ്പോൾ തന്നെ ബീഫ് നല്ലോണം വെന്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമുക്കൊരു ചട്ടിയിലേക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തു. പിന്നെ ഉലുവ ഇട്ട് പൊട്ടിച്ചു. ആ പൊട്ടി വന്നപ്പോൾ നമ്മൾ എന്താക്കി, കുറച്ച് തേങ്ങാക്കൊത്തും കൂടി അതിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു, നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സാക്കി. ഇത് അധികം വേണ്ട കേട്ടോ, നമുക്ക് അധികം ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചൊയ ആയിരിക്കും, ആ മീറ്റിൻ്റെ ചൊയ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് അടുത്ത ചേർത്തേണ്ടത് സവോളയാണ്. സവോള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പച്ചമുളകും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ആക്കുക. നല്ലോണം വേവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, വേഗം വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഈ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം വെന്ത ആ ബീഫ് അതിലേക്ക് തട്ടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കാശ്മീരി പൗഡറും കൂടെ ആഡ് ചെയ്യുക. പിന്നെ കറിവേപ്പില കുറവാണെങ്കിൽ അതും ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ നല്ലോണം തിളയ്ക്കാൻ വിടുക. കുറച്ച് സമയം അതിനെങ്ങനെ നോക്കി നിൽക്കുക. അത് കഴിഞ്ഞിട്ട് നല്ല മീറ്റ് മസാലയും കൂടി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ മാഷേ, പൊളിക്കും. ഇത് നല്ല കുത്തരി ചോറിനും പൊറോട്ടയ്ക്കൊക്കെ എന്ത് ടേസ്റ്റാണെന്നറിയോ. നമുക്ക് ചോറിന് വേണ്ടിയിട്ടാണ് അതിനകത്ത് ഉണ്ടാക്കിയത്. ഒരു സൈഡ് ഡിഷ് പോലെ നല്ലോണം വരട്ടി എടുത്തു. ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.